ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് നെസ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചോറിൻ്റെയും കപ്പയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. പിന്നെ ഇത് ഉണ്ടാക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി അത് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവ ചേർക്കാം. 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഉലുവയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും 7 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ചെറിയുള്ളി 10-12 എണ്ണം വരെ എടുക്കാം. പിന്നെ പച്ചമുളക് 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. വെന്ത് വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞെടുത്തേക്കുന്നത്. ഇത് ഞാൻ 1 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കാം. ഞാൻ മത്തി ചെറിയ പീസായിട്ട് മുറിച്ചിട്ടില്ല. ഞാനൊന്ന് വരഞ്ഞെടുത്തിട്ടേ ഉള്ളൂ.
ഞാനിവിടെ 14 മത്തിയാണ് എടുത്തേക്കുന്നത്. ഇനി സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്യരുത്, ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ താത്തു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. മത്തിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കിടിലൻ മത്തിക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഞാനിതിൽ വാളംപുളിയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ വാളംപുളി താല്പര്യമില്ലെങ്കിൽ ഇതിന് പകരം കൊടംപുളി ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചോറിൻ്റെയും കപ്പയുടെയും കൂടെ കഴിക്കാൻ കിടിലൻ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് ചോറിൻ്റെയും കപ്പയുടെയും കൂടെയാണ് സെർവ് ചെയ്യുന്നത്. പിന്നെ മത്തിക്കറി ഇവിടെ തന്നെ മത്തി ഫ്രൈയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.